എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആലിസ് ആണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അവളുടെ സ്റ്റെപ്പ് മദർ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് സ്റ്റെപ്പ് മദറിനെ കണ്ടപ്പോൾ. ഇവർക്ക് അങ്ങനെ സ്റ്റെപ്പ് മദർ ആണ് സ്റ്റെപ്പ് ഫാദർ ആണെന്നുള്ള രീതിയിൽ ഭയങ്കര ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ദേഷ്യമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല കൂട്ടായിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഓ മമ്മി ഇല്ലല്ലോ ഇവിടെ എന്നുള്ള രീതിയിൽ ആലിസ് പറയുമ്പോൾ നിൻ്റെ മമ്മി ഇല്ലാത്ത നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കാവുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ചെറിയൊരു പൊസസീവ്നെസ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിലുള്ള ഒരു കോംപ്ലക്സ് രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരേ ഫീൽഡിൽ രണ്ടുപേരും ഒരു ഡ്യൂട്ടീസാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഏകദേശം ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. രണ്ടാളും ഗ്രേറ്റ് ആണ്, കാണാൻ അടിപൊളിയാന്നുള്ള രീതിയിലൊക്കെ. എന്നാലും ഇവർ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ രീതിയിൽ ചിന്തിക്കുന്നുള്ളത് വേറൊന്നല്ല, ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഡ്രിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഡ്രിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് സ്റ്റെപ്പ് മദർ പറയുന്നുണ്ടായിരുന്നു, ഡ്രേക്കിനൊക്കെ ഒഴിവാക്കി ഡ്രിപ്പിനെ പ്രേമിക്കാൻ നോക്കുന്ന രീതിയിൽ പറയുമ്പോൾ അവൾ ഭയങ്കര സാഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡ്രിപ്പിൻ്റെ ഒപ്പമുള്ള പോലെ അല്ലല്ലോ നമ്മുടെ ഡ്രേക്കിൻ്റെ ഒപ്പമുള്ളത്. ഡ്രിപ്പിനെ ഫ്രണ്ടായിട്ടും ഡ്രേക്കിനെ ബോയ് ഫ്രണ്ടായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഒപ്പം നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അവൾ ഇങ്ങനെ സെഡായി നിൽക്കുന്നത് ആൻറ്റി ശ്രദ്ധിക്കുക, ലൈക്ക് സ്റ്റെപ്പ് മദർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് മദർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ വേണ്ട, നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയല്ലോ, സോ നിനക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്നാണ് നിനക്ക് ആഗ്രഹം, നീ ഇതുവരെ എന്ത് ഗിഫ്റ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, നിൻ്റെ ഡാഡും കൂടെ അത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്താണെന്നുള്ളത് അത് പറയുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ഫ്ലാറ്റിലൊരു റൂമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയെന്നുള്ളത് ചോദിക്കുമ്പോൾ ഡ്രേക്കിൻ്റെ ഏകദേശം അടുത്തുള്ള റൂമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഷെയറൊക്കെ അവിടെയാണല്ലോ താമസിക്കുന്നത്. സോ അവിടെ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മൂഡ് തന്നെ അവിടെ നിന്ന് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആൻറ്റി ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലിസ് ആണെങ്കിൽ അവളുടെ സ്റ്റെപ്പ് ഫാദറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മദറും ഉണ്ടല്ലോ, അവരുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നുണ്ടായിരുന്നത് ഇവൾക്കൊരു ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ട്. സോ ബർത്ത്ഡേ പ്രോഗ്രാം, ഇവളുടെ ബർത്ത്ഡേ പ്രോഗ്രാം. അപ്പോൾ ഇതിന് കപ്പിളായിട്ട് വരുന്ന ഒരു കപ്പിളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ഒരു ചെറിയൊരു സെറമണിയും കാര്യങ്ങളൊക്കെ ഇവരുടെ ആ ഒരു കൾച്ചറിലുണ്ട്. സോ അതിന് വേണ്ടി ഡ്രേക്ക് വരില്ല എന്നുള്ളത് മോം ചോദിക്കുമ്പോൾ അവൻ എന്തായാലും വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ബ്രദറും അതുപോലെ തന്നെ ബ്രദറിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് പറയുമ്പോൾ ഗേൾ ഫ്രണ്ട് ആണോ അതോ ഫ്രണ്ട് ആണോ എന്ന് അറിയില്ല, അവളും നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒപ്പം കൂടാതെ ഡ്രേക്ക് തൻ്റെ ആ കാര്യത്തിന് വരുമോ, ഫസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, സോ അതിന് ഡ്രേക്ക് വരുമോ എന്നുള്ള രീതിയിലൊക്കെ അവൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു ഷെയറിയാണ്. അപ്പോൾ അവളോട് ചോദിക്കും, നീ എന്തിനാ അവൻ്റെ ഫോൺ എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ ആലിസ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അവന് പുള്ളിക്കാരൻ കുറച്ച് ഉറങ്ങുകയാണ്, സോ ദയവ് ഇപ്പോൾ വിളിച്ചാണ് ശല്യം ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമാകുന്നുണ്ട്. ഈ ദിവസം അവൾ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇവളാണെങ്കിൽ ഡ്രിപ്പിനെ കുറച്ചൊക്കെ നല്ല രീതിയിൽ അവോയ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. കാരണം ഡ്രിപ്പുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ എന്ന ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ എന്നെ അവോയ്ഡ് ആക്കും എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെ ഒന്നല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒന്നല്ലേ. അപ്പോൾ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ വേണ്ട, നീ എൻ്റെ കൂടെ വരണ്ട എന്നുള്ള രീതിയിൽ പൊയ്ക്കോ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ്, താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അപ്പോൾ വേണ്ട വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ എത്തിയിട്ടാണെങ്കിൽ ഇവളെ കുറച്ച് നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്ത് ഭയങ്കര കെയർ ആയിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സമയത്താണെങ്കിൽ ആലിസ് നമ്മുടെ ട്രിപ്പിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഷെയറിനെ അറിയുമെന്നുള്ള കാര്യം. അപ്പോൾ അവൻ പറയുന്നത് എനിക്കറിയാലോ, എന്താ അങ്ങനെ ചോദിച്ചത്, ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങളും, അതുപോലെ തന്നെ ഡ്രേക്കൊക്കെ. അപ്പോൾ ഡ്രേക്കുമായിട്ടുള്ള റിലേഷനും കാര്യങ്ങളെ കുറിച്ചിട്ട് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഡ്രേക്കും അതുപോലെ തന്നെ നമ്മുടെ ഷെയറേയും മുന്നേ റിലേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ഗേൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് അവരുടെ റിലേഷനും കാര്യങ്ങളൊക്കെ കട്ടായതെന്ന് പറയില്ല, ചെറിയ രീതിയിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ള കാര്യം അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഞാൻ അവൻ്റെ ഇടയിൽ വരുന്നതിന് മുന്നേ തന്നെ ഷെയറി അവന് റിലേഷൻ ആയിരുന്നു, അതിൻ്റെ ഇടയിൽ കത്രീന ആൻറ്റി വന്നതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പം ഞാനല്ല ശരിക്കും അവരുടെ ഇടയിൽ ഒരു വലിഞ്ഞു കയറി നിൽക്കുന്നുള്ളൊരു തോട്ടും കാര്യങ്ങളും അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ട്രിപ്പിൻ്റെ ഫാദർ ആണെങ്കിൽ കോളേജിലോട്ട് വരുന്നുണ്ടായിരുന്നു. സോ അവിടെ നിൽക്കുമ്പോൾ ആരാണിതെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്കിളാണെങ്കിൽ ഭയങ്കര ഹാപ്പി അന്തം വിട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സുന്ദരിയാണല്ലോ എന്നുള്ള രീതിയിൽ അവളെ പരിചയപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, നിൻ്റെ കസിൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡ്രേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ കൈയും പിടിച്ച് വെച്ചിട്ട് ഒറ്റ പോക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവൻ അവളോട് ചോദിക്കുന്നുണ്ട് എന്തെവിടെയൊക്കെ നടക്കുന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീ എന്തിനെ ചീറ്റ് ചെയ്തിട്ട് വല്ല അവിഹിതം പോലെ ആക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇപ്പം ഞാനായ കുറ്റക്കാരി, ഞാനാണെങ്കിൽ നിങ്ങളുടെ ഓരോ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവസാനം ഞാൻ എന്നെ കുറ്റക്കാരിയായില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അങ്ങനെ അവർ ആ ഒരു രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ലൈക്ക് നെഗറ്റീവായിട്ട് അവരുടെ റിലേഷൻഷിപ്പിൽ ഓരോ തടവ് വരുന്ന പോലെ തന്നെ പറയുന്നത്
ഷെയ്റ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ ഇതെന്താ നിനക്ക് ഇത്ര വലിയ പ്രശ്നം, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്നുള്ള രീതിയിലൊക്കെ ആലിസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡ്രിപ്പിൻ്റെ ഫാദർ ഇത് എന്താണെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ ആലിസിനെ ആണെങ്കിൽ പുള്ളിക്കാരൻ വലിച്ചിട്ട് ഇങ്ങനെ കാറിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീ തീരെ എനിക്കൊരു സപ്പോർട്ടും കാര്യങ്ങളും തരുന്നില്ല, എപ്പോഴും ഷെയ്റേൻ്റെ ഒപ്പാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. സോ അപ്പോഴാണെങ്കിൽ ഇവിടെ ആകെ സ്റ്റെക്ക് ആവുന്നുണ്ട്. ഇത്രയും ദേഷ്യത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഒറ്റയടിക്ക് ഒലിച്ചു പോയോ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളെ കൊണ്ടുവന്നിട്ടുള്ള വേറെ എങ്ങോട്ടല്ല ഇവൻ്റെ വീട്ടിലോട്ടാട്ടോ. ഇവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ വീട്ടിലോട്ട് കൊണ്ടുവന്നത്, വീട്ടിലെന്താ ഇത്ര ആൾക്കാർ, എന്താ പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു റീയൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ ഒരു യൂണിഫോമിലാണ് വന്നിട്ടുള്ളത്, കൂടാതെ എൻ്റെ മേത്താണെങ്കിൽ സ്ട്രോബെറിൻ്റെ കറയുണ്ട്, ഞാൻ എങ്ങനെ ഇതിട്ട് വരും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീ പേടിക്കണം, നിനക്ക് ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇവിടുന്ന് വേണമെങ്കിൽ ചേഞ്ച് ആക്കിയോ എന്നുള്ള രീതിയിൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ റൂം ആ ഒരു കാറിന് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. നല്ല സുന്ദരി എന്ന് പറഞ്ഞിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവളാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ അവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഡ്രേക്ക്. അങ്ങനെ ഡ്രേക്ക് അവിടെ നിന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ബിസി ആകുമ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പിണക്കം വലിയ രീതിയിലൊന്നും മാറിയിട്ടില്ല, നീ പഴയ പോലെ തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കിളാണെങ്കിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തി നമ്മുടെ ഡ്രിപ്പിൻ്റെ ഫാദറിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായി ഇതാണ് നമ്മുടെ ഡ്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്കിൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പറയുന്നത് ഗേൾ ഫ്രണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, കാരണം ഒന്നാമതേ നേരത്തെ ഡ്രിപ്പിന് ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഡ്രിപ്പ് പറയുന്നുണ്ടായിരുന്നു അങ്കിൾ ആ ഫാദർ ഇത് ആദ്യം നമ്മുടെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഡ്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ഭയങ്കര അനോയിങ് ആണ്, സോ ഞാൻ അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആക്കിയെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് അവിടുന്ന് വേഗം അവളുടെ കൈ പിടിച്ചിട്ട് ഡ്രിപ്പ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ പറഞ്ഞത്, നിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ആദ്യം, പിന്നെ ഡ്രേക്കിൻ്റെ ആയി, പുള്ളിക്കാരൻ വിചാരിക്കില്ല ഞാനൊരു പ്ലേ ഗേൾ ലൈക്കാന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ മാറ്റി പറയണം എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഡ്രിപ്പ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഡ്രിപ്പിൻ്റെ ഇടയിൽ ഡ്രിപ്പ് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊരു സങ്കടവും കാര്യങ്ങളൊക്കെ അവനെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എപ്പോഴും സന്തോഷിച്ചാണെങ്കിലും ചില സമയത്ത് അവൻ ഇങ്ങനെ നല്ല രീതിയിൽ സാഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവളോട് കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയാം ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ട് അല്ലേ, പിന്നെ നീ എന്താണ് അങ്ങനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് പറയുമ്പോൾ നീരാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആലിസിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് പോകുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്കറിയാം ഞാൻ അത്ര നല്ല നൈസ് ക്യാരക്ടർ എന്നുള്ള ഇതിൽ അവളിങ്ങനെ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ നല്ല തട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഫ്ലേട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഇരുന്നിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരം ഇവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു ഇനി നീ ഒരു തത്തയാണെങ്കിൽ നിന്നെ കൂട്ടിലിട്ട് വീട്ടിൽ കൊണ്ടുപോയിരുന്നു അങ്ങനെ എനിക്ക് ഒരിക്കലും ബോറടിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ അത് ഇവനെ നല്ല രീതിയിൽ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. സമയത്ത് ഇവൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാഡ് ആയിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഫാമിലിയിൽ ഒരു ചെറിയൊരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാദറും മദറും അതുപോലെ ഇങ്ങനെ ചെറിയൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് മാത്രമാണെങ്കിൽ വേറൊരു മാരേജ് ചെയ്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചെറിയൊരു സാഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫാമിലി മാറ്റർ അല്ലേ, സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഇങ്ങനെ ഓരോ സ്റ്റോറീസും കാര്യങ്ങളും ഇവരെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ സംസാരം ഇങ്ങനെ ഫ്ലേട്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. ആലിസ് ആണെങ്കിൽ ഡ്രിപ്പിനെ നല്ല രീതിയിൽ പൊക്കിയടിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര കോമഡി ആയിട്ടാണ് സംസാരിക്കുക. സോ ആ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ തോളിൽ ഇങ്ങനെ ചാരി നിന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ ആലിസിനെ വിളിച്ചിട്ട് പുള്ളിക്കാരുടെ കവിളത്ത് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. ഇവൾ ആകെ നെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിസി ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രിപ്പ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂഷനില്ല, എന്താണ് ഞാൻ അങ്ങനെ എന്താ ചെയ്യണം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ പെട്ടെന്ന് അവിടെ മുന്നിൽ ഡ്രേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ചുമ്മാ അവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഭയങ്കര കുറ്റബോധം അടിക്കുന്നുണ്ടായിരുന്നു. അയ്യോ ഞാൻ ഇങ്ങനെ ഡ്രേക്കിനെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കുറ്റബോധവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ അവിടുത്തെ ഗാർഡനിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ ഇവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് നിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നിന്റെ കൂടെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി പറ്റാത്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് അവളുടെ ഫസ്റ്റ് ഡബ്യാണ് നടക്കാൻ പോകുന്നത്. സോ അതിന് എസ്കോർട്ടായിട്ട് വരുമോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ് ഓർ എസ് എന്നാണ് ചോദിക്കുന്നത്. കാരണം നോ എന്നുള്ളൊരു ആ ഒരു വാക്ക് പോലും പറയാൻ കൊടുക്കാതെ യെസ് അല്ലെങ്കിൽ യെസ് എന്തായാലും വരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയാണെങ്കിൽ വേറൊരു കണ്ടീഷൻ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഡ്രിപ്പിൻ്റെയൊക്കെ ചെറിയൊരു അകലം പാലിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് അല്ല, അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ അവൾ ഏകദേശം ഒരു ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് അവളും അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഷെയ്റേനോടുള്ള റിലേഷനും കാര്യങ്ങളിലേക്ക് ഒരു ഫ്രണ്ട് പോലെയാണെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഷെയ്റേനോട് എന്താ അത്ര പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ഒരു ഫ്രണ്ടാണെന്നുള്ളത് വൈഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയല്ല, നീ ഒരു ഹസ്ബൻഡാണ് അവരുടെ ഹസ്ബൻഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഓവറായിട്ട് നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളല്ല, പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നിനക്ക് അത്രമാത്രം എന്നെ വിശ്വാസമുള്ളൂ, എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ ഡ്രേക്ക് അവളോട് പറയുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവളോട് നല്ല രീതിയിൽ കാര്യമായിട്ട് തന്നെ സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിന്നെ അവോയ്ഡാക്കുകയല്ല ജസ്റ്റ് നല്ല രീതിയിൽ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സോറിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. അപ്പോൾ അവനും പറയുന്നുണ്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നതിൽ 100 ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കത്രീന ആൻറ്റി വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത
പറ്റാത്തൊരു കാര്യമായിരുന്നു. സോ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നീ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നീ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്, സോ ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു സമയത്താണെങ്കിൽ അവൾ പറയുന്നുണ്ടായിരുന്നു നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ഓപ്പൺ ആയിട്ട് പറയണമെന്ന രീതിയിൽ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നോക്കാന്നുള്ള രീതിയിലൊക്കെ. കാരണം എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തനിക്ക് സ്വന്തമായിട്ട് നിന്റെ മനസ്സ് വായിക്കാനുള്ള ശേഷിയും കഴിവൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ല ക്യൂട്ട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അവളിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രേക്ക് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഐ മീൻ ഫ്രഞ്ചിൽ സംസാരിക്കുന്നുണ്ട്, ഓൺലി യു എന്നുള്ള രീതിയിൽ. ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിട്ടില്ല, എന്തോ നല്ല കാര്യം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ഹാപ്പി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ പില്ലോ ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും മനസ്സിലായി, ഒക്കെ ഡ്രേക്കിൻ്റെ പിക്ചർ വെച്ചിട്ടോ. ആദ്യം ഷീനിൻ്റെ ആയിരുന്നല്ലോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് കൊടുത്ത് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.